ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് ഒരു കേസിൽ ജാമ്യം. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പൊട്ടി ജയിലിൽ തുടരും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. ഇതേ കാരണം ചൂണ്ടിക്കാട്ടി ബി മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്ന് അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ മുരാരി ബാബു അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് SIT പരിശോധന തുടരുകയാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനയും ഇന്നലെ തന്നെ SIT പൂർത്തിയാക്കി. സ്ട്രോങ് റൂം തുറന്ന് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് ഇളക്കിമാറ്റിയ പഴയ കട്ടിളപ്പാളികളിലെ സ്വർണവും പരിശോധിച്ചു. സ്വർണ്ണപ്പാളികളിലെ അളവും തൂക്കവും SIT ശേഖരിച്ചു. ഇന്നും നാളെയും സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലും SIT പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സർക്കാരിനെ സമീപിച്ചു. SIT ശുപാർശ പരിഗണനയിലാണെന്ന് സർക്കാർ അറിയിച്ചു. 24 കൊല്ലം, പത്തനംതിട്ട. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചുള്ള കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിലേക്ക് വഴി വച്ചത് കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ റിപ്പോർട്ടിനെ ഗൗരവമായി കാണുന്നു എന്നും വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സാങ്കേതിക കാരണങ്ങളാണ്. കാരണം 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം കൊടുക്കാത്ത സാങ്കേതിക പ്രശ്നം. അതല്ലാതെ പ്രോസിക്യൂഷന്റെ കേസിനെ വളരെ ഗൗരവത്തിൽ തന്നെ കോടതി കാണുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് നൽകിയ റിപ്പോർട്ടൊക്കെ വളരെ ഗൗരവമുള്ള പരാമർശങ്ങളുള്ളതാണ്. അതിനെ തള്ളി പറയുന്നില്ല. പക്ഷേ ഈ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജാമ്യം അനുവദിച്ചത്. അതായത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസം കഴിഞ്ഞ സ്വാഭാവിക സാഹചര്യത്തിൽ പോറ്റിയുടെ ജാമ്യത്തിലേക്ക് വഴിവെച്ചത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അത് മറ്റു പല കേസുകളുടെയും കാര്യം എടുത്തുകൊണ്ട്, അതായത് ഇതിലും ഗൗരവമുള്ള പല കേസുകളുടെയും കാര്യം എടുത്തുകൊണ്ടാണ് കോടതി ഉത്തരവിൽ ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത്. മാത്രവുമല്ല, പ്രോസിക്യൂഷൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തെ എതിർത്ത് നൽകിയിട്ടുള്ള വാദങ്ങളെയും ആ റിപ്പോർട്ടിനെയും ഗൗരവമായി കാണുന്നു എന്നുള്ള കാര്യം കൂടി കൊല്ലം വിജിലൻസ് കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കടക്കമുള്ള കാര്യങ്ങളിൽ അത് ഗൗരവമായി കാണുന്നു എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 9 ഉപാധികളോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളം വിട്ടുപോകരുത്, അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഇടപെടരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത് എന്നീ തുടങ്ങുന്ന 9 ഉപാധികൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവശ്യമുള്ളപ്പോൾ കൃത്യമായി ഹാജരാകണം. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷികളെ അടക്കം നേരിട്ട് പോയോ അല്ലെങ്കിൽ അല്ലാതെയോ സ്വാധീനിക്കരുതെന്നടക്കമുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. വിജയകുമാർ. യെസ്, സാങ്കേതിക കാരണങ്ങളാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അത് ശബരിമല സ്വർണ്ണ കവർച്ച കേസുകളിൽ A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവർക്ക് ജാമ്യമില്ല. ഹൈക്കോടതിയാണ് 3 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഈ 90 ദിവസം സമയപരിധി ചൂണ്ടിക്കാട്ടിയാണ്. അത്തരമൊരു ആനുകൂല്യം ഈ കേസിൽ പ്രതികൾക്ക് കിട്ടില്ല. ഹൈക്കോടതിയിൽ പത്മകുമാറും മുരാരി ബാബുവും ഗോവർദ്ധനും ഉൾപ്പെടെ 3 പേരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ മുരാരി ബാബു ഈ 90 ദിവസത്തെ സമയപരിധി ചൂണ്ടിക്കാട്ടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാൻ വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കെതിരെ നിർണായക കണ്ടെത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വർണ്ണക്കവർച്ചയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേട് എന്നും കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകൾ ED പരിശോധനയിൽ പിടിച്ചെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ 21 നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. 1998 വിജയ് മല്യ സ്വർണം പൂശിയതുൾപ്പെടെ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പം,
കൊടിമരം മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെടുത്തത്. ദേവസ്വം വിജിലൻസിൽ നിന്ന് ED സുപ്രധാന വിവരശേഖരണവും നടത്തിയിട്ടുണ്ട്. മിനിറ്റ്സ് തിരുത്തലുമായി ബന്ധപ്പെട്ട രേഖകളും EDക്ക് ലഭിച്ചതായാണ് വിവരം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ളയിലൂടെ വൻ സ്വത്ത് സമ്പാദിച്ചതായാണ് EDയുടെ കണ്ടെത്തൽ. പോറ്റി വാങ്ങിക്കൂട്ടിയ ആസ്തി സംബന്ധിച്ചുള്ള രേഖകൾ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിലെ വിവരങ്ങളാണ് ED ശേഖരിച്ചത്. കൂടാതെ സ്പോൺസർഷിപ്പിന്റെ മറവിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് EDയുടെ കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഗോവർദ്ധന്റെയും ഇടപാടുകളിൽ ED ദുരൂഹത സംശയിക്കുന്നുണ്ട്. കൊള്ളയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയോ എന്നും പരിശോധിച്ചു വരികയാണ്. A. പത്മകുമാർ, N. വാസു ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമാണ് EDയുടെ അടുത്ത നീക്കം. റെയ്ഡിൽ പിടിച്ചെടുത്ത ലാപ്ടോപ്പ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കും. തുടർന്നാകും പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം ശക്തമാകുന്നതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങിന് ക്ഷണിച്ചതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നാണ് വിശദീകരണം. കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിക്ക് പിന്നാലെയാണ് ഈ വിശദീകരണം പുറത്തുവരുന്നത്. 1.5 മാസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന മൊഴി നൽകിയത്. നേതാക്കൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയത്. 2017 മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഇതായുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. പോറ്റി എന്നെ വിളിച്ചിട്ട് യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്. പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാനിടയായ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആ ചടങ്ങിലൊന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. എൻ്റെ ഭാഗ്യത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. 24 തിരുവനന്തപുരം. വ്യാപക വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വർഗീയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചും പ്രസ്താവന പിൻവലിച്ചും മന്ത്രി സജി ചെറിയാൻ. സഹോദരങ്ങൾക്കും സംഘടനകൾക്കും വേദനയുണ്ടാക്കിയതുകൊണ്ട് പരാമർശം പിൻവലിക്കുന്നു എന്ന് സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വർഗീയ പ്രസ്താവനയിൽ ഖേദപ്രകടനം കൊണ്ട് മതിയാകില്ല എന്നും സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് വർഗീയ പരാമർശം പിൻവലിച്ചോടാൻ മന്ത്രി സജി ചെറിയാൻ നിർബന്ധിതനായത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതോടെ പാർട്ടിയും കൈവിട്ടെന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് പ്രസ്താവന നടത്തിയ വിമർശനവും ഖേദപ്രകടനം നടത്താൻ സജി ചെറിയാനെ നിർബന്ധിതനാക്കി. താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചു. ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം വളരെയധികം വേദനിപ്പിക്കുന്നു. ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും തെറ്റിദ്ധരിച്ചത് വേദനയുണ്ടാക്കുന്നു. പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, പ്രസ്താവന പിൻവലിക്കുന്നു. ഇതാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം. എന്നാൽ ഖേദപ്രകടനം കൊണ്ട് പ്രശ്നം തീരുന്നില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത്. വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി. നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആവശ്യമുയർന്നു. ഖേദപ്രകടനം നടത്തിയെങ്കിലും വെള്ളിയാഴ്ച മുതൽ നടക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ പരാമർശം ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. മാധ്യമമേഖലയെ ഞെട്ടിച്ച ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് തിരിമറിയിൽ നിർണായക നീക്കവുമായി കേരള പോലീസ്. മുംബൈയിലെ ബാർക്കിന്റെ ആസ്ഥാനത്തെത്തിയ പോലീസ് ആരോപണ വിധേയനായ ജീവനക്കാരൻ പ്രേംനാഥിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. റേറ്റിംഗ് തട്ടിപ്പ് വാർത്ത പുറത്തുവന്ന അന്നു മുതൽ നിർബന്ധിത അവധി നൽകി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രേംനാഥിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. നവംബർ 27-നാണ് ബാർക്ക് റേറ്റിംഗിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഓപ്പറേഷൻ സത്യയിലൂടെ 24 വാർത്ത പുറത്തുവിട്ടത്. 50,000 കോടി രൂപയുടെ പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ അട്ടിമറിക്കാൻ ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ഒരു ചാനൽ ഉടമയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് 24 പുറത്തുവിട്ടു. ഇന്ത്യയിലെ ചാനൽ റേറ്റിംഗിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട വൻ വാർത്ത.
കളമശ്ശേരി സ്റ്റേഷനിലെ SHO ടി ദിലീഷ്, ഗ്രേഡ് SI സെബാസ്റ്റ്യൻ ആന്റണി, സൈബർ ഡോം ASI ഡെൽഫിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മുംബൈയിലെ ബാർക്ക് ഓഫീസിൽ എത്തിയത്. 20 മണിക്കൂറിലേറെ നേരം മൊഴിയെടുപ്പും തെളിവ് ശേഖരണവും നീണ്ടു. ഓപ്പറേഷൻ സത്യയുടെ വിവരങ്ങൾ 24 പുറത്തുവിട്ട അന്നു തന്നെ ബാർക്ക് നേതൃത്വം പ്രേംനാഥിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇയാളുടെ ഫോൺ വാങ്ങിച്ച് സ്വകാര്യ ലാബിൽ ഫോറൻസിക് പരിശോധനയ്ക്കും കമ്പനി അയച്ചു. ഇതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പോലീസിന് കൈമാറാൻ ബാർക്ക് തയ്യാറായിട്ടില്ല. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിനായി പോലീസ് നോട്ടീസ് കൊടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോണിൽ നിന്ന് രേഖകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസിന്റെ അടുത്ത നടപടി. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടന്ന കാലയളവിലെ വിശദമായ റേറ്റിംഗ് ഡാറ്റയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9 സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്ന് സമ്മതിച്ച പ്രേംനാഥ് തൊടുന്യായങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. 2 അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ബാർക്ക് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് മുന്നിൽ ഹാജരായത്. പ്രേംനാഥിന് പുറമെ ബാർക്കിലെ മാനേജ്മെന്റ് അഷുറൻസ് ഹെഡ്, ടെക്നിക്കൽ IT ഡിവിഷനുകളുടെ വൈസ് പ്രസിഡന്റുമാർ, ബാർക്കിലെ മലയാള ഉദ്യോഗസ്ഥരായ സുമാ രമേശ്, മനോജ് നായർ എന്നിവരിൽ നിന്നൊക്കെ കേരള പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിശ്വാസ്യതയാണ് ബാർക്ക് എന്ന ഏജൻസിയുടെ അടിത്തറ. അതിന് കളങ്കമാവുന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. കേരളത്തിലെ മറ്റൊരു ചാനൽ കൂടി സമാനമായ തട്ടിപ്പിന് ശ്രമിച്ചെന്ന സൂചനയിൽ ബാർക്ക് വിജിലൻസ് എന്ത് നടപടി സ്വീകരിക്കും എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. SNDP യോഗത്തിന്റെ വിശാല നേതൃയോഗം ആലപ്പുഴയിൽ തുടരുകയാണ്. NSSുമായുള്ള ഐക്യമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 100-ലധികം പേർ പങ്കെടുക്കുന്നുണ്ട്. താഴെത്തട്ടു മുതലുള്ള ഭാരവാഹികളുടെ അഭിപ്രായം കേട്ട ശേഷമാകും അന്തിമ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക യോഗങ്ങൾക്ക് പാർട്ടികളും മുന്നണികളും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് മറ്റന്നാൾ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നാളെ NDA യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച ഡൽഹിയിലെത്താനാണ് നേതാക്കൾക്ക് നിർദ്ദേശം. പ്രചാരണ തന്ത്രം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയവ ചർച്ചയാകും. അതേസമയം വൈക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി M കബിക്കാട് പറഞ്ഞു. സാധ്യതാ പട്ടികയിലുണ്ടെന്ന് അനൌദ്യോഗികമായി അറിഞ്ഞെന്നും സണ്ണി M കബിക്കാട്. താരതമ്യേന ഒരു ധാരണയിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് മാത്രം എന്തോ അധിക ബാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഞാൻ പഴയ നിലപാടെല്ലാം കൈയൊഴിയുന്നു. UDFിൻ്റെ നിലപാട് ഏറ്റെടുക്കും. അങ്ങനെയല്ലത്. എനിക്കെൻ്റെ ഒരു നിലപാടും മാറ്റിവെക്കേണ്ടതില്ല. NDAയിൽ 40 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് BDJS തീരുമാനം. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാനാണ് ആലോചന. നാളെയാണ് NDA യോഗം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ UDF വോട്ടുകൾ വെട്ടിമാറ്റാൻ BJP ശ്രമം നടത്തുന്നെന്ന ആരോപണവുമായി DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ രംഗത്തെത്തി. 24 തിരുവനന്തപുരം. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക്. സന്ദർശന തീയതി ഉടൻ തീരുമാനിക്കും. പുതിയ BJP അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നു. ദക്ഷിണേന്ത്യയിൽ അധികാരം പിടിക്കുക എന്ന മഹാദൗത്യമാണ് പുതിയ BJP അധ്യക്ഷൻ നിതിൻ നബീന് മുന്നിലുള്ളത്. ചുമതലയേറ്റതിന് പിന്നാലെ BJP അധ്യക്ഷനെ കാത്തിരിക്കുന്നത് കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ ഒരു സീറ്റും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരവും ലഭിച്ചത് BJP നേതൃത്വത്തിന് ആത്മവിശ്വാസമേകുന്നു. ഇനി വേണ്ടത് നിയമസഭയിൽ അംഗബലം. ഈ സാഹചര്യത്തിൽ പ്രവർത്തകരിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതിനാണ് പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീന്റെ കേരള സന്ദർശനമെന്ന് BJP സംസ്ഥാന നേതൃത്വം. ആദ്യ സന്ദർശനം കോർപ്പറേഷൻ അധികാരം നേടിയ തിരുവനന്തപുരത്തായിരിക്കുമെന്നും സൂചനയുണ്ട്. സന്ദർശന വേളയിൽ സംസ്ഥാന നേതാക്കളുമായി നിർണായക യോഗവും ദേശീയ അധ്യക്ഷൻ ചേരും. നിതിൻ നബീന്റെ നേതൃത്വത്തിലുള്ള ആദ്യ യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നു. യോഗത്തിൽ പ്രഭാരിമാരും സംസ്ഥാന അധ്യക്ഷന്മാരും ചില മുൻ അധ്യക്ഷന്മാരും പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും K സുരേന്ദ്രനും V മുരളീധരനും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. 24 ഡൽഹി.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് NDTV വോട്ട് വൈബ് സർവേ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പകുതിയിലധികം ജനങ്ങളും അതൃപ്തരെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളുമായാണ് NDTV വോട്ട് വൈബ് കേരള ട്രാക്കർ സർവേ നടത്തിയത്. 52% പേർ സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു. 35% പേർ മാത്രമാണ് LDF സർക്കാരിനെ പിന്തുണച്ചത്. 12% ആളുകൾ സർക്കാരിൻ്റേത് ശരാശരി പ്രകടനമെന്നും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ജനപ്രീതിയിലും ഇടിവുണ്ടായതായി സർവേ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. പിണറായി വിജയൻ 18% പേരുടെ പിന്തുണയോടെ രണ്ടാമതും, CPIM നേതാവ് KK ശൈലജ 16.9% പേരുടെ പിന്തുണയോടെ തൊട്ടു പിന്നാലെയുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് 14.7%, ശശി തരൂരിന് 9.8% പിന്തുണ ലഭിച്ചത്. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്നാണ് പ്രവചനം. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. TTV ദിനകരന്റെ അമ്മമക്കൾ മുന്നേറ്റ കഴകം NDAയിൽ മടങ്ങിയെത്തി. മുൻ മന്ത്രിയും DMKയുടെ മുതിർന്ന നേതാവുമായ R വൈദ്യലിംഗം DMKയിൽ ചേർന്നു. NDAയിൽ പ്രാതിനിധ്യമില്ലെന്നും എടപ്പാടി പഴനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രഖ്യാപിച്ചായിരുന്നു അമ്മാമക്കൾ മുന്നേറ്റ കഴകം NDA വിട്ടത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ സജീവമായിരുന്നു. തുടർന്നാണ് TTV ദിനകരന്റെ പ്രഖ്യാപനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു TTV ദിനകരന്റെ തിരിച്ചുവരവ്. TTV ദിനകരനെ നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പഴനിസ്വാമി പ്രസ്താവനയിൽ പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്യുന്നവർ തോറ്റുപോകില്ലെന്ന് TTV ദിനകരൻ. எங்களுக்கு இழைக்கப்பட்ட அநீதியெல்லாம் தூக்கி எறிந்துவிட்டு தமிழ்நாட்டு நலனும் அம்மா மக்கள் முன்னேற்ற கழகத்தின் நலனும் முக்கியம் என்கிற ஒரே எண்ணத்தோடு மீண்டும் தமிழ்நாட்டில் அம்மாவின் ஆட்சி வர வேண்டும் என்பதற்காக நான் மீண்டும் முழுமனதோடு NDA കൂട്ടണിക്ക് വന്നിരിക്കുന്നു. അതിനിടെ മുൻമന്ത്രിയും DMK മുതിർന്ന നേതാവുമായിരുന്ന R വൈദ്യലിംഗം DMKയിൽ ചേർന്നു. ജയലളിത O പന്നീർശെൽവം മന്ത്രിസഭയിൽ അംഗമായിരുന്ന വൈദ്യലിംഗത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ 2022 ADMK പുറത്താക്കിയിരുന്നു. O പന്നീർശെൽവത്തിനൊപ്പമായിരുന്നു പുറത്താകൽ. കഴിഞ്ഞ 4 വർഷത്തോളമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിന് ശേഷമാണ് R വൈദ്യലിംഗത്തിന്റെ മടങ്ങിവരവ്. 24 ചെന്നൈ. രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. രാഹുലിനെതിരെ 10ലേറെ പീഡന ആരോപണങ്ങളുണ്ടെന്നും ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത അതിജീവിത എന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ പരാമർശം. ഇക്കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. തന്നെ ഭീഷണിപ്പെടുത്തി രാഹുൽ നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും യുവതി ആരോപിക്കുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ്. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കിയെന്ന ആരോപണവുമായി ദീപകിന്റെ കുടുംബം രംഗത്തെത്തി. അതിനിടെ പ്രതി ഷിംജിത മുസ്തഫ കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഒളിവിൽ കഴിയുന്ന പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ നടപടി. കേസിൽ നിർണായകമായ ഷിംജിത പകർത്തിയ ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ദീപകിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. നമ്മൾ ഈ പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ ഉണ്ടായിരുന്നൊരു സീൻസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പം അതിൽ എന്താണ് പ്രതി, പോലീസുകാർ അവരെ വീട്ടിൽ പോയി മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പ്രതി കാണാനില്ല. അപ്പം പ്രതിക്ക് ഒരു അവസരം കിട്ടിയ മാതിരി തന്നെ ഇത്രയും ദിവസം കൊണ്ട് അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നു. ദീപകിന്റെ കുടുംബത്തെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു. കുടുംബത്തിന് ധനസഹായം കൈമാറി. 3,17,000 3,17,000 രൂപ കൊടുക്കുകയുണ്ടായി. അവർക്ക് ഇനിയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പിന്തുണ കണ്ടിന്യൂ ചെയ്യും. ഈ അവസരത്തിൽ പുരുഷ കമ്മീഷൻ വേണം. ജനുവരി 17 പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കും. കേസ് ക്രൈംബ്രാഞ്ചോ CBIയോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. യുവതി സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നും
സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെ തുടർന്നുള്ള രക്തസാക്ഷിയാണ് ദീപക് എന്നും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. സമീർ C മുഹമ്മദ്, 24 കോഴിക്കോട്. ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ സേവനത്തിനു ശേഷമാണ് 60-കാരിയായ സുനിത വില്യംസിന്റെ വിരമിക്കൽ. 3 പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിരുന്നു സുനിത വില്യംസ്. Taking Sunny Williams over to her next work site. All right, hey, just wanted to say thank you to everybody around the world, all the control centers, friends and family who are out there, all our trainers, all of the folks who have got us ready to come here and fly in space. അമേരിക്കയിലെ ഒഹായോയിൽ ഗുജറാത്തി വംശജനായ ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും സ്ലൊവേനിയൻ വംശജയായ ഉർസുലിൻ ബോണി പാണ്ഡെയുടെയും മകളായാണ് സുനിത ലിൻ പാണ്ഡ്യ എന്ന സുനിത വില്യംസ് ജനിച്ചത്. US നേവിയിൽ പൈലറ്റായിരുന്ന സുനിതയെ 1998 നാസ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുത്തത്. 2006 2012 2024 സുനിത വില്യംസ് തന്റെ കരിയറിൽ 3 പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായി. 2024 ജൂണിൽ 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട സുനിത ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം 9 മാസത്തിലധികം ബഹിരാകാശത്ത് തുടർന്നു. 2025 മാർച്ചിലാണ് സുനിത വില്യംസ് സുരക്ഷിതയായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണ്. 9 തവണയായി ഏകദേശം 62 മണിക്കൂറിലധികം അവർ ബഹിരാകാശത്ത് നടന്നു. ബഹിരാകാശത്ത് വെച്ച് ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുത്ത ആദ്യ വ്യക്തിയുമാണ് സുനിത വില്യംസ്. ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. കരിയറിൽ ഉടനീളം 608 ദിവസങ്ങളാണ് സുനിത ബഹിരാകാശത്ത് കഴിഞ്ഞത്. റിസർച്ച് ഡെസ്ക് 24. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച സ്പ്രിന്റ് ഇതിഹാസവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ ബെൻ ജോൺസൺ താരങ്ങൾക്കും പരിശീലകർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് ബെൻ 24നോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നും ഇവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമെന്നും ബെൻ ജോൺസൺ വ്യക്തമാക്കി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. Ben Johnson, the greatest sprinter of all time. 1988 സോളിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ 9.79 സെക്കൻഡിൽ ഓടിയെത്തി ലോകത്തെ ഏറ്റവും വേഗമേറിയ മനുഷ്യനായ ബെൻ സിൻക്ലെയർ ജോൺസൺ അഥവാ ബെൻ ജോൺസണ് ഇന്നും അതേ പ്രസരിപ്പ്. എക്കാലത്തെയും മികച്ച താരം താൻ തന്നെ എന്ന് പറയാൻ ബിഗ് ബെന്നിന് ഒട്ടും മടിയില്ല. എന്നാൽ അന്ന് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ട് ബെൻ അയോഗ്യനാക്കപ്പെട്ടു. മെഡൽ തിരിച്ചെടുത്തു. ലോകത്തിന്റെ നെറുകയിൽ നിന്ന് പാതാളത്തിലേക്ക് വീണു. എന്നാൽ തന്നെ ചതിച്ചതാണെന്ന് ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ബെൻ. ഇപ്പോൾ കാനഡയിൽ പരിശീലകന്റെ കുപ്പായത്തിലുള്ള താരം DC ബുക്സിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമാവാനാണ് കേരളത്തിലെത്തിയത്. കേരളത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ബെൻ. I'm very excited to be here. It's been a long trip, but I've been told that the people here are very wonderful and very nice and very warm, and I'm looking forward to have a good business and also some sightseeing and do some sports thing on the 23rd. ഇന്ത്യ ഒളിമ്പിക്സ് ആതിഥേയരാവാൻ തയ്യാറെടുക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. Maybe on the 23rd I could show some of the coaches some tips and some stuff what to do and what to improve the athletes a little bit. 100-200 മീറ്ററുകളിലെ മുൻ ദേശീയ ജേതാവും കസ്റ്റംസ് ഇന്റലിജൻസിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായ റോയ് വർഗീസ് IRSും സ്പോർട്സ് ജേർണലിസ്റ്റ് സനിൽ P തോമസും ചേർന്നാണ് ബെൻ ജോൺസനെ കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് ഹരികൃഷ്ണനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മലേഷ്യയിലെ 9ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. കുലാലംപൂർ ബങ്സാറിലെ ഷോറൂം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളുടെ ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം ഏറ്റവും മികച്ചതാക്കുക എന്നതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രവർത്തന ലക്ഷ്യമെന്ന് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. സലാംഗോൾ രാജകുടുംബാംഗം യാങ്മുലിയ തങ്കുദാത്തോ, ഡോക്ടർ ഹിഷാമുദ്ദീൻ സൈസി, നിക്ഷേപ വ്യാപാര വ്യവസായ മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ദത്തോ ബഹരിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.